നീതിയെപ്പറ്റിയുള്ള ലോകത്തെമ്പാടുമുള്ള പലവിധ ചർച്ചകൾ, പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന തരത്തിൽ വലതുപക്ഷം അതിൻ്റെ ആശയങ്ങൾ കോർപ്പറേറ്റുകളുടെ വളരെ ദുരനിറഞ്ഞ ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് നമ്മുടെ ജീവിതക്രമത്തെ ആകെ തകിടം മറിക്കുമ്പോൾ ഈ പുതിയ ലോകക്രമത്തിൽ കാലിടറാതെ പിടിച്ചു നിൽക്കാൻ വളരെ കടുത്ത പരിശ്രമം കൂടിയേ തീരും എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന തലമുറയ്ക്ക് ട്രംപിനെയും നെതന്യാഹുവിനെയും ഭയക്കാതെ നാളെപ്പറ്റി ഓർത്ത് നാളെ എങ്ങനെ പെട്രോൾ അടിക്കും എന്നാലോചിച്ച്, നാളെ എങ്ങനെ ഗ്യാസ് കത്തിക്കുമെന്ന് ആലോചിച്ച്, നാളെ എൻ്റെ ഫോണിൽ എവിടെ നിന്നുള്ള അലർട്ടാണ് വരുന്നത് എന്ന് ആലോചിച്ച് ഉറക്കം കെടാതെ ജീവിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റാണെങ്കിൽ, അതിനുവേണ്ടി വാദിക്കുന്നവർക്ക് ഒരു ചെറിയ പിന്തുണയെങ്കിലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ആ കുറ്റം അടിയെ നേരിട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കലാച്ചി എന്ന നോവലാണ് ഞാൻ ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ചത്. കലാച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത ഒരു പരീക്ഷണമായിരുന്നു. എഴുത്ത് എന്ന പ്രക്രിയയിൽ ധാരാളം യാത്ര ചെയ്ത്, ധാരാളം ചിന്തിച്ച്, ധാരാളം റിസർച്ച് ചെയ്ത്, മറ്റാരും ഉപയോഗിക്കാത്തൊരു മെറ്റഫർ ഉപയോഗിച്ച് വളരെ അഭിമാനത്തോടെ വളരെ ധൈര്യത്തോടെ വായനക്കാർക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച ഒരു ദീർഘകാലത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കലാച്ചി. കലാച്ചിയിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മളെല്ലാം നിദ്രാവ്യാധിക്ക് അടിപ്പെടുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഞെട്ടി ഉണരുമ്പോൾ കാണുന്നത് മാറിപ്പോയൊരു ലോകമായിരിക്കും എന്നുള്ളതാണ്. അന്ന് എന്താണ് ജനാധിപത്യമെന്നും എന്താണ് മതേതരത്വമെന്നും ജനാധിപത്യത്തിന് മതേതരത്വം എങ്ങനെ പ്രധാനമാകുന്നുവെന്നും മതേതരത്വത്തിന് സാഹോദര്യം എത്ര അനുപേക്ഷണീയമാണെന്നും നമ്മൾ തിരിച്ചറിയുമെന്നും അത് തിരിച്ചറിയുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ പശ്ചാത്തപിക്കുമെന്നും ഭയമുള്ളത് ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ അവാർഡ് കമ്മിറ്റി അംഗമായ പാർവതി ചേച്ചിയും പറഞ്ഞു, സ്ത്രീക്ക് മാത്രമായിട്ടൊരു പക്ഷമേ ഇല്ല. സ്ത്രീയുടെ പക്ഷം ലോകത്തിന്റെ പക്ഷമാകയാൽ, മനുഷ്യരുടെ പക്ഷമാകയാൽ എന്തിനാണ് മനുഷ്യപക്ഷം എന്ന് ഉപയോഗിക്കാതെ നമ്മൾ സ്ത്രീപക്ഷം എന്ന് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് മലയാളത്തിൽ കാലമുണ്ടായ ചരിത്രത്തിലുടനീളം സംസാരിക്കുന്ന സ്ത്രീകളോട്, അഭിപ്രായം പറയുന്ന സ്ത്രീകളോട് വല്ലാത്തൊരു പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ തിരുവനന്തപുരം എന്ന രാജനഗരം ധാരാളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ ശബ്ദമുയർത്താൻ ശ്രമിച്ച സ്ത്രീകളെ എങ്ങനെയാണ് ഈ അധികാര ശിരാകേന്ദ്രത്തിന്റെ ഓരോ നെടുംതൂണും അവരെ എങ്ങനെയാണ് നിശബ്ദരാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും അവരുടെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടുള്ളതെന്നും 3-4 പതിറ്റാണ്ടുകൾ അവരെ നിശബ്ദരാക്കിയിട്ടുള്ളതെന്നും ചിലരെയൊക്കെ നാട് വിട്ട് ഓടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതെന്നും നമുക്കറിയാവുന്നതാണ്. പക്ഷെ എല്ലാ കാലത്തും മലയാള സാഹിത്യത്തിൽ ഈ എന്താണ് സാഹിത്യം എന്നുള്ളതും എങ്ങനെയാണ് സാഹിത്യം ഉണ്ടാകുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഒരു കഥ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നുണ്ടാകുന്നതെന്നുള്ളതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളാരും പുനത്തിലടിയെന്നോ MT അടിയെന്നോ പിന്നെ എന്താണ് പിന്നെ ഉണ്ടല്ലോ കുറേ ആളുകൾ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അനുകരണ വിവാദങ്ങളെ പറ്റി വല്ല വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അധിക്ഷേപിക്കപ്പെടുന്ന അവഹേളനത്തിന് വിധേയമാകുന്ന വാക്കുകളിൽ പുരുഷന്മാരുടെ പേരുകൾ കേട്ട് നമ്മളൊന്നും രാഹുൽ അടി എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ ദീപയടി എന്ന് പറയും. അത് പറയുമ്പോൾ
ഒരു സ്ത്രീയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തന്റേതാണെന്ന് പറഞ്ഞ് ഒരു കവിത കൊടുത്ത് അത് അവരുടെ പേരിൽ പ്രസിദ്ധീകരിപ്പിച്ച് ഒരു വാക്കുകൊണ്ട് അവരുടെ റെപ്യൂട്ടേഷൻ തിരിച്ചെടുക്കാൻ ആവുന്ന ഒരവസ്ഥയിലായിരുന്നിട്ട് മിണ്ടാതിരുന്ന ഒരു മാനസികാവസ്ഥയെ തിരുത്താൻ നമുക്കാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. അവിടെയാണ് നീതികേട്. ജീവിതകാലം മുഴുവൻ ഒരു കറുത്ത പാട്, ഒരു ബാഡ്ജ് നെഞ്ചത്ത് കുത്തിവെച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയാണ്. ചതിക്കപ്പെട്ടു എന്നുള്ളതിന് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതിന് പകരം ചതിച്ചതെന്തിനെന്ന് മറ്റേയാളോട് ചോദിക്കാൻ കഴിയാത്ത ഒരു സാമൂഹിക അവസ്ഥ പുരോഗമന കലാസാഹിത്യ സംഘം ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചിട്ടും, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും അതിന്റെ ഭാഗമായി നടക്കുന്നവർക്ക് പോലും വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് മുരളി സാർ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സമൂലമായ മാറ്റം ആവശ്യമുണ്ട്. അവിടെ തൊട്ടല്ലാതെ ഒന്നും മാറുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ദീപയടിയെ മീരയടി എന്ന് മാറ്റി പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഈ 56 വയസ്സിനിടയിൽ 23ഓളം പുസ്തകങ്ങൾ എഴുതി. ഓരോ കഥയും ഓരോ പുസ്തകവും നിങ്ങൾക്ക് താരതമ്യം ചെയ്തു നോക്കാം. ഒന്നൊന്നിൽ നിന്ന് ഏത് വിധം വ്യത്യസ്തമായിരിക്കുന്നുവെന്ന്. അങ്ങനെ വ്യത്യസ്തമാക്കാൻ ഞാനെടുത്ത പരിശ്രമം എന്താണ് എന്ന് നിങ്ങളിൽ ഹൃദയമുള്ളവർക്ക് കണ്ടെത്താം. പിന്നൊരു കാര്യമുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹമില്ലാത്തത് നമുക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുള്ളത് മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടൂ. നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്നുള്ളതാണ് മാധ്യമ അധർമ്മം. അതുകൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. ദീപയടി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ത്രീയെ അവർക്കിനി എത്രയോ ജീവിക്കാനുണ്ട്. അവരിനി എത്രയോ ചിരിക്കേണ്ട ഒരുവളാണ്. അവളിനി ആഹ്ലാദിക്കാനുള്ളവളാണ്. അവൾക്ക് ആ കറുത്ത ബാഡ്ജ് മാറ്റി എൻ്റെ നെറ്റിയിലൊട്ടിക്കോ, എൻ്റെ പുറത്തൊട്ടിക്കോ, എൻ്റെ നെഞ്ചിലൊട്ടിക്കോ, എനിക്കൊരു ഭയവുമില്ല. എൻ്റെ വാക്കുകൾ, എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളൂ. പക്ഷേ ഈ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ബുക്കാസയ്ക്ക് നേതൃത്വം നൽകാനിരിക്കുന്ന രാഹുൽ ഉൾപ്പെടെയുള്ള പുതിയ തലമുറയോടും അവർക്ക് ഊർജം നൽകുന്ന സഖാവതി ഈ 89-ാം വയസ്സിൽ ഇത്രയും ഊർജത്തോടെ, ഇത്രയും ധാരണയോടെ, ലോകക്രമത്തെ പറ്റിയുള്ള ബോധ്യത്തോടെ സംസാരിക്കുന്ന സഖാവ് SRPയും മുരളി സാറും ഒക്കെ ഉൾപ്പെടുന്ന അവരെ പിന്തുണയ്ക്കാനുള്ള ഈ തലമുറയിൽ ചെയ്യാനുള്ളത് നീതി എന്നതിന് ഇന്നയാളുടെ നീതി എന്നല്ല, മറിച്ച് നീതി എന്ന ഒറ്റ വാക്ക് മാത്രമായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കലാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യയ ശാസ്ത്രമുണ്ട്. ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നതിന്റെ ഒരു സുരക്ഷിതത്വം പ്രത്യയശാസ്ത്രമുള്ള, അത് കൃത്യമായി നിർവചിക്കപ്പെട്ട പ്രത്യയശാസ്ത്രമുള്ള, അത് പിന്തുടരുന്ന ഒരു സംവിധാനമുള്ള ഒരാശയത്തെ അനുകൂലിക്കലാണ്. അതിന് പകരം വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ട മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾ വെറുപ്പിൻ്റെതാകുമ്പോൾ എഴുത്തുകാർക്ക് എങ്ങനെ അതിനെ പിന്തുണയ്ക്കാനാകും? അതിന് പകരമായി നിൽക്കേണ്ട മറ്റ് സംവിധാനങ്ങൾക്ക് കൃത്യമായൊരു പ്രത്യയശാസ്ത്രം ഇല്ലാതാകുമ്പോൾ, അവർ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ ഉപവിഭാഗങ്ങളായി മാറുമ്പോൾ അവരെ എങ്ങനെ പിന്തുണയ്ക്കാൻ എന്നെപ്പോലെ ഒരു എഴുത്തുകാരിക്ക് സാധിക്കും? നാളെ എൻ്റെ പുസ്തകങ്ങളോട് വായിക്കാനിരിക്കുന്ന, വന്നു ചേരാനിടയുള്ള വായനക്കാർ, ചെറുപ്പക്കാർ, അന്നത്തെ ചെറുപ്പക്കാർ ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ആകാൻ കഴിഞ്ഞു? ആ കാലത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞില്ല? ഞാൻ അവരെ ഭയക്കുന്നു. അതിനപ്പുറം പുസ്തകങ്ങളെക്കുറിച്ചോ എഴുതപ്പെട്ട വാക്കുകളെക്കുറിച്ചോ ഒന്നും എനിക്ക് വലിയ ഭയമോ ആശങ്കയോ ഒന്നുമില്ല.